മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല, ഒരു സുഹൃത്തായിരുന്നു. വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ്. അതെ, പ്രധാനമാണ്. വരും, നോക്കാതിരിക്കാം. വരട്ടെ. താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മിസ്റ്റർ കുര്യച്ചൻ, നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ. എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്? ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം. ബർമയിലെ തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച. പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ചൻ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക. എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം. എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ ആർമിയിലായിരുന്നു, ജമ്മുവിൽ, കേണൽ മൽഹോത്ര റെജിമെന്റിൽ. പരമവീരേക്കരം നേടിയ മൽഹോത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 62-ലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു. വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ. വെടിയുണ്ടയേറ്റിട്ടല്ല, തണുപ്പ് കൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കുക. ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു. ശത്രുക്കൾക്ക് ബർമയുമായ എന്തോ രഹസ്യധാരണകൾ ഉണ്ടായിരുന്നു. അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു. എത്ര പേർ മരിച്ചു എന്നറിയില്ല. ബൻഷിറാമും ഗുരുബച്ചൻ സിംഗും. ബോധം വീണപ്പോ ഞാൻ ജയിലിലായിരുന്നു. ദിവസങ്ങൾ എത്രയായിരുന്നോ മാസങ്ങൾ എത്രയായിരുന്നോ ഒരു കണക്കുമില്ല. കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞത് പോലും 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുര്യച്ചനെ കാണിച്ചുതരാം. അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത്. ഇതാരുടെ ഫോട്ടോയാ മുത്തച്ഛ? നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 1 മിനിറ്റ്. മൈ ഗുഡ്നസ്, അത് തന്നെ. ഓ, ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇതാരാണെന്നറിയാവോ മിസ്റ്റർ കുര്യച്ചൻ? എന്റെ മകൻ, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു. ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ്. എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന പ്രതീക്ഷയോടെയാണ്. പക്ഷേ ദൈവം എന്നോട് കനിവ് കാണിച്ചില്ല. കലക്കി അങ്കിൾ, കലക്കി. അങ്കിളല്ല, മുത്തശ്ശൻ. മുത്തച്ഛൻ. എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നൂ. എന്ത് നാച്ചുറൽ ആക്ടിങ്. എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ കരയാൻ പറ്റി? അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നുന്നു. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ SI ഉണ്ടല്ലോ, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പ. ഇനിയുണ്ടല്ലോ അങ്കിൾ. അങ്കിൾ അല്ലെന്നേ, മുത്തച്ഛൻ. അതെ മുത്തച്ഛ, ഒന്നും നോക്കാനില്ല. ഇനി എല്ലാരെയും ഗെറ്റ് ഔട്ട് അടിച്ചാ മതി. അതെങ്ങനെ? വക്കീലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ, അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിയാ. മാത്രമല്ല, പിടിച്ചിറക്കി വിട്ടാ പിന്നെയും തിരിച്ചു വരും. ഈ റബ്ബർ പന്ത് അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പ് കൂടെ വേകില്ലെന്ന്. ചോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല. തിരിച്ചു വന്നു. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ.
ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूँ. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं. वो मेरे दिल में ही रहे. वो तुम्हार को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. चल चल. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ട് പിച്ചി പിച്ചി വേഷാലിനി నా దగ్గర పెట్టుకోవద్దు. இது தெலுங்கு. டேய், இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலியே படிப்பேன், ஆனா உயிர் போனாலும் நினைக்க மாட்டேன். புரிஞ்சதா? ಇದು ತಮಿಳ್, ಇನಿ ಕನ್ನಡ. ನಿಮ್ಮ ನಾಟಕ ಏನು ನನ್ನ ಹತ್ರ ಮಾಡಬೇಡ. ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ്വ്, വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്? ഒന്നുണ്ട്. ബൂർഷാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. We are really sorry. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. വാമളെ. പുന്നൂസേ, ഓ, ആ മോളെ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ. മുത്തച്ഛൻ എവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? ഏയ്, അത് വെറുതെ. വെറുതെ? അതേന്ന്. പുന്നുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്. ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. மணி எங்க போனான் இவன்? மணி ஒரு இடத்துல உட்கார மாட்டான். പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ஆமா, அவன் இங்க இல்லை, வேலைக்கு போயிருக்கான். இன்னும் சாப்பிட கூட வரலை. நீங்க யாரு? ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. அடடே, மீனாவா? பார்த்தன் உங்களை பத்தி நிறைய சொல்லியிருக்கான். காலேஜ்ல படிக்கிறேன் இல்லையா? உள்ள வாங்க, உள்ள வாங்க. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ஐயோ, நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம அனுப்பிச்சேன்னு பாசாதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவன்.
അല്ലമ്മ പാർത്ഥസാരഥി ഒരു വേലക്കാക മദിരാശിക്ക് അയച്ചിരിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. അയ്യോ അതെനിക്ക് ചൊല്ലവേ ഇല്ലയേ. ചൊല്ലാൻ താണ്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനിക്ക് സമയമായപ്പോ അവൻ പോയാച്ചി അല്ലേ. ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? മരുന്ന് എനക്കില്ലേ. മണി മണി എങ്കടാ പോന இங்க வாடா, சாப்பிட வேண்டாமா? പാർത്തന്റെ തമ്പിയാക്കും, അവനുള്ളതാ മരുന്ന്. കൊല്ലം എത്രയായി? ദാ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. പാർത്തന് കിടக்கிற കാശിലെ 3/4 ഭാഗവും അവനക്ക് മരുന്നിട്ടാൻ പോறது. മദ്രാസിലെ யாரோ பெரிய டாக்டர் ராமூர்த்தியாம், அவரை கொண்டு போய் காமிக்கணும்னு பார்த்தன் சொல்லியிருக்கான். பார்த்தன் ஒரு சிட்டிக்கு ചെന്നിരിക്കാൻ, അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ. பார்த்தന്റെ കാര്യം തന്നെ നോക്ക്. இருக்கிற நகையெல்லாம் வித்து அவனை படிக்க வச்சேன். எம்காம் பாஸ் ஆன பையன் செய்யற வேலையை அவன் செய்யறான். எம்காமோ? ஆமா எம்காம். அவன் சொல்லலையா? இல்ல. சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. எம்காம் தெரிஞ்சோடனே அந்த வேலையும் போயிடுச்சு. அடடே காஃபியே குடுக்கல. உட்காருங்க, இப்ப அடிச்சு வந்துடுறேன்.